അഭിവാദ്യങ്ങൾ പ്രിയദർശിനിക്ക് അഭിവാദ്യങ്ങൾ ജയ് 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 UDF ജയ് 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 UDF അഭിവാദ്യങ്ങൾ 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 UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര പ്രിയദർശിനി ആരംഭിച്ച് ഒരു മാസം പിന്നിടുന്ന ഇന്ന് തൃശൂർ പാലക്കൽ അമ്മാടം ചാഴൂർ പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി തൃപ്രയർ വഴി രാവിലെ എറണാകുളത്തേക്ക് പോകുന്ന പ്രിയദർശിനി ബസ്സിനെ 6:30 പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ സ്വീകരണവും മധുരവിതരണവും നടത്തി. ഡ്രൈവർ രാജു ബേബി, കണ്ടക്ടർ ജിജോ മോഹൻ എന്നിവരെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഷാൾ അണിയിച്ചു അനുമോദനങ്ങൾ നേർന്നു. ബസ് യാത്രക്കാർക്ക് മധുരവിതരണവും നടത്തി. വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന UDF സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് മുദ്രാവാക്യങ്ങളുമായാണ് ബസ്സിനെ പ്രവർത്തകർ സ്വീകരിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, CPM ജില്ലാ കമ്മിറ്റി മെമ്പർ PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ് കൊളത്തേക്കാട്ട്, KN വേണുഗോപാൽ, സജീവൻ ഞാറ്റുവെട്ടി, ഷിബിത സലീഷ്, രേണുക റിജു, സക്കീന റസാഖ്, ഗോപാലകൃഷ്ണൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, നിസാർ കുമ്മം കണ്ടത്ത്, രമേശ് കിഴുപ്പുള്ളിക്കര, രാജൻ ചെറിയയ്യപ്പൻ, തിലകൻ, സലീഷ് കരിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടി 5 ഇന്ദിരാ ഗ്യാരണ്ടിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അതിൽ പ്രിയദർശിനി പ്രിയപ്പെട്ട ഈ കേരളത്തിലെ എല്ലാ വനിതകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര നൽകിയിരുന്നു. അതിൻ്റെ ഒരു മാസം തികയുന്ന ദിവസമാണിന്ന്. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തുകൂടെ തൃശ്ശൂരിൽ നിന്ന് അമ്മാടം, ചാഴൂർ, പെരിങ്ങോട്ടുകര, ചെമ്മാപ്പള്ളി വഴി തൃപ്പയാർ വഴി എറണാകുളത്തേക്ക് പോകുന്ന പ്രിയദർശിനിക്ക് ഇന്ന് ഇവിടെ സ്വീകരണം നൽകുകയുണ്ടായി. അതിലുള്ള എല്ലാവർക്കും അതിലും പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് താന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിന് നേതൃത്വം നൽകിയത്. നമുക്കറിയാം പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിലുള്ളത്. പ്രിയപ്പെട്ട VD സതീശൻ്റെയും ഗതാഗത മന്ത്രി പ്രിയനായ CP ജോണിൻ്റെയും നേതൃത്വത്തിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ഇന്ന് ഈ ഗതാഗത വകുപ്പും അതുപോലെ തന്നെ കേരളവും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.